ഹലോ, മോളുടെ പുബേർട്ടി സെറിമണിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുറത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചപ്പോഴെല്ലാം അവരെല്ലാം വലിയ എമൗണ്ട് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ ഓല വെച്ചിട്ടും അതേപോലെ ഒരു ട്രഡീഷണൽ ലുക്കിലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതുപോലെ കുരുത്തോലയും അതുപോലെ കുറച്ച് നല്ല പച്ച കളറുള്ള ഓല ഉപയോഗിച്ചിട്ടായിരുന്നു ഞങ്ങളത് മെടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അത് സെൻറ്റർ പോർഷൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതേപോലെ തന്നെ പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രഷ് ഫ്ലവേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതൊക്കെ കോർത്തതിന് ശേഷം തൂക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഏകദേശം വൈകുന്നേരം തുടങ്ങിയിട്ട് രാത്രി ഒരു 3-3:30 വരെ ഞങ്ങൾ ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ സൈഡിൽ കൂടെ ഒക്കെ തൂക്കാനുള്ള നെറ്റ് ഫാബ്രിക് നമ്മൾ വേറെ വാങ്ങിച്ചു. അതുകൊണ്ട് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാക്കാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. വീഡിയോസ് ഒന്നും അത്ര വലിയ ക്ലാരിറ്റി ഒന്നും പോരാ, നമ്മൾ പ്ലാൻഡ് ആയിട്ടൊന്നും നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിമ്പിളായിട്ടൊരു ഫോട്ടോ ഒരു വീഡിയോ പോലെ ഇങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വന്നത്. ആ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മാവിൻ്റെ ഇല കൊണ്ടുള്ള ഒരു 4 ഫ്ലവേഴ്സ് 2 സൈഡിലായിട്ട് കൊടുത്തു. പിന്നെ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പം ഇതേപോലെയാണ് മോൾ അതിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ പുബേർട്ടി സെറിമണിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിലിടാം. എന്തൊക്കെ ചടങ്ങാണ് നടത്തിയതെന്നും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തതെന്നും ആരൊക്കെ വന്നു എന്നുള്ള എല്ലാ വിശേഷങ്ങളും ഞങ്ങളിതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സെറിമണി നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം റിലേറ്റീവ്സ് എല്ലാവരും നാട്ടിലായതുകൊണ്ട് തന്നെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നടത്തിയത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഞങ്ങൾ ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ വിചാരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളൊരു ഒന്ന് ഞങ്ങളെ കാണിച്ചു തരാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ.